ഇപ്പോഴിത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്, ഒരു പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ നിലവിലത്തെ പ്രസിഡന്റ് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ താരിഫ് ഏർപ്പെടുത്തുന്ന തിരക്കിലാണ്. തന്നെ അനുസരിക്കാത്ത ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങൾക്കെതിരെ എല്ലാം താരിഫ് ട്രംപ് ഏർപ്പെടുത്തുകയാണ്. ഇപ്പോഴിതാ ഭരണകൂടം നടപ്പിലാക്കിയ ഇറക്കുമതി തീരുവകളുടെ യഥാർത്ഥ സാമ്പത്തിക ഭാരം കൂടുതൽ ബാധിച്ചത് അമേരിക്കൻ പൗരന്മാരെ തന്നെയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേൾഡ് എക്കണോമി നടത്തിയ പഠനമാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. തീരുവ മൂലമുണ്ടായ അധിക ചെലവിന്റെ 96% അമേരിക്കൻ ഉപഭോക്താക്കൾ വഹിക്കുമ്പോൾ വിദേശ കയറ്റുമതിക്കാർക്ക് 4% ബാധ്യത മാത്രമാണുള്ളത്. ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് തീരുവയുടെ ആഘാതം ലഘൂകരിക്കാൻ കയറ്റുമതിക്കാർ തയ്യാറാകാത്തതാണ് പ്രധാന കാരണം. കസ്റ്റംസ് വരുമാനത്തിൽ വലിയ വർധനമുണ്ടായതായി ഭരണകൂടം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ തുക യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനതയുടെ പോക്കറ്റിൽ നിന്നാണ് ഈടാക്കുന്നതെന്നാണ് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ 50% വരെ ഇറക്കുമതി തീരുവ ചുമത്തിയതിന് വരുമാനം വൻ വർധനമുണ്ടായെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. പക്ഷേ ഇത് സത്യമല്ല, ഇത് കള്ളമാണെന്നാണ് ഇപ്പോൾ പഠനം സൂചിപ്പിക്കുന്നത്. കസ്റ്റംസ് വരുമാനത്തിൽ ഏകദേശം $20,000 കോടി വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് വാദം. എന്നാൽ $20,000 കോടി വിദേശ കയറ്റുമതിക്കാരിൽ നിന്നുള്ള ലാഭമല്ലെന്നും അമേരിക്കൻ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയ അധിക തുകയാണെന്നുമാണ് റിപ്പോർട്ട് സമർത്ഥിക്കുന്നത്. തീരുവയിലെ ഓരോ ശതമാനം വർധനവും വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് കൃത്യമായി ആ കണക്കിൽ അവർ പഠനം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഗവൺമെന്റിന് $100 തീരുവ വരുമാനമായി ലഭിക്കുമ്പോൾ $96 അമേരിക്കൻ പൗരന്മാരുടെ പോക്കറ്റിൽ നിന്ന് വരുന്നു. $4 കയറ്റുമതിക്കാർ ഉൽപ്പന്ന വില കുറച്ചത് വഴി ലഭിക്കുന്നു. $4 ലക്ഷം കോടി മൂല്യം വരുന്ന 2.5 കോടി ചരക്ക് ഇടപാടുകളുടെ കണക്കുകളാണ് പരിശോധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.